മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ബാക്ക് ടു റീഡിംഗ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ വലയിൽ ഈ വ്യക്തി വീണു പോയതാണോ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇതിലേക്ക് വീണു പോയതാണോ, അതോ അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തി തേർഡ് പാർട്ടിയെ സ്വീകരിച്ചതാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതും ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. പേഴ്സണലി മെസ്സേജ് അയച്ചും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. ഓക്കെ, അതായത് അറിഞ്ഞുകൊണ്ട് വീണു പോയതാണോ ഈ പേഴ്സൺ? കാരണം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം, അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ തെറ്റല്ല, എന്നെ വീഴ്ത്തിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഡൗട്ട് വരുന്നുണ്ടാകാം, ഇതെന്താണ് സത്യം? തേർഡ് പാർട്ടിയുടെ മനഃപൂർവ്വം ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് വീണു പോയതാണോ, അതായത് മനഃപൂർവ്വം അല്ല, അറിയാണ്ട് തേർഡ് പാർട്ടിയുടെ ആ ഒരു മാന്ത്രിക വലയത്തിൽ വീണു പോയതാണോ, അതോ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കിവിടെ ആദ്യം തന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജിയിലുള്ള കാർഡാണ് നോക്കിയിട്ടുള്ളത്. നമുക്കിവിടെ യുവർ കോൺഷ്യസ് ഈസ് എക്സ്പാൻഡിങ്, യു അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ഓൾ തിങ്സ് എന്നാണ്. അതായത് ഈ പേഴ്സണ് ഒരു തെറ്റ് പറ്റിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു തെറ്റ് പറ്റിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഫൈറ്റിംഗ് എനർജി ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് എനർജി പറയാനാണെങ്കിൽ വളരെയധികം ഫൈറ്റിംഗ് എനർജി ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തി കുറച്ച് പേരുടെ കാര്യമാണെങ്കിൽ ഈ വ്യക്തി വീണു പോയി എന്നുള്ളതാണ്. അത് കുറച്ച് പേരുടെ അല്ല, നമുക്ക് ഭൂരിഭാഗവും എനർജി അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്തോ ഒരു കാര്യം, അത് ഒരു പക്ഷേ ഈ പേഴ്സൺ ബിസിനസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകാം. എന്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ സഹായം വേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് എന്തോ ഒരു സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സഹായം, മേ ബി തേർഡ് പാർട്ടി ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് എന്താണ് ഈ പേഴ്സണ് ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സഹായം വേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അത് ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അത്ര വലിയ പ്രോബ്ലം ആകില്ല, കരിയർ വൈസ്, അതായത് ജോലി, ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും അതിൻ്റെതായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്താ പറയാ, ഈ ഒരു പേഴ്സൺ മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ബേബി ബോസ് ആയിരിക്കാം, അതായത് എന്താ പറയാ, സാറായിരിക്കാം, അവിടുത്തെ മേലധികാരി ആയിരിക്കാം. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവർക്കിടയിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് ഇത്രയും വലിയ പ്രോബ്ലം ആകുമെന്ന് ഈ വ്യക്തി വിചാരിച്ചിട്ടില്ല. ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും പല രീതിയിലും ഈ പേഴ്സണ് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മേ ബി അത് പ്രമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ അറിവുകളായിരിക്കാം, അല്ലെങ്കിൽ സംതിങ് എന്തോ ഈ പേഴ്സൻ്റെ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കിൽ, ആ ഒരു കഴിവ്, അതൊക്കെ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാക്കിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ, കുറച്ച് കൂർമ്മ ബുദ്ധിയുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതായത് കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നേടിയെടുക്കുന്ന ഒരാളല്ല. കുറച്ച് കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ട്, പക്ഷെ
കുറേ കാര്യങ്ങൾക്ക് ഈ പേഴ്സൺ അങ്ങനെ കുറുക്കു വഴിയൊക്കെ സ്വീകരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സന് പല വയ്യാവേലികളും തലയിൽ വന്ന് വീഴാറുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ്, നല്ല കാര്യങ്ങളും ഈ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയിലേക്ക് ഈ പേഴ്സൺ ആയിട്ട് തന്നെ പോയതാണ്. അതായത് ഈ പേഴ്സൺ ആയിട്ട് തന്നെ തീരുമാനിച്ച് ഓക്കെ അവരായിട്ടൊരു സൗഹൃദം അല്ലെങ്കിൽ അവരായിട്ടൊരു കണക്ഷൻ സ്ഥാപിച്ചേക്കാം, സോ എനിക്കത് ബെനിഫിറ്റ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് ഒരുപക്ഷെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, കാരണം നിങ്ങളോടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണ് എന്താ പറയാ, ആദ്യമൊക്കെ ആദ്യമൊക്കെ ഒരുപക്ഷെ ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ നിന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് അത്രയും, അതായത് തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ നടന്നിരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളെ വലിയ രീതിയിൽ വില വെച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ പോരാ എന്ന് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും മികച്ച ഒരു വ്യക്തിനെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളായിട്ടുള്ള കണക്ഷൻ അറിയാൻ പറ്റുന്നുണ്ടാകാം, അതിലേക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടും ഉണ്ടാകാം ഈ തേർഡ് പാർട്ടി. സോ അങ്ങനെയൊക്കെ എന്താ പറയാ, നിങ്ങളായിട്ടുള്ള കണക്ഷൻ വളരെയധികം വിള്ളലുകൾ സൃഷ്ടിച്ച ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ പേഴ്സണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഒരു ബേർഡൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ തലവേദന. ആദ്യം വലിയ കാര്യമായിരുന്നു, തലയുടെ മുകളിൽ കയറ്റി വെച്ചേക്കണായിരുന്നു. പക്ഷെ ഇപ്പോ എങ്ങനെയെങ്കിലും ഈ ഒരു സാധനത്തിന്റെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സാധനത്തിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. കാരണം ഈഗോയിസ്റ്റിക് ആയിരുന്നു നിങ്ങളുടെ അടുത്ത്, പക്ഷേ ഇപ്പോൾ ആ ഒരു ഈഗോയിസ്റ്റിക് എല്ലാം മാറി നിങ്ങളിലേക്ക് വീണ്ടും റിയൂണിയനിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളാണെങ്കിൽ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കരച്ചിൽ വരും, സങ്കടം വരും, ഡിപ്രഷൻ, ഒറ്റപ്പെടല്, മറ്റുള്ളവരോട് പരാതി പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നടക്കുക, അങ്ങനത്തെ ആൾക്കാരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ ഇമോഷണൽ ആണ്, വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു മനസ്സാണ്, ഒരു കുട്ടിയുടെ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ പേഴ്സണെ ചീറ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അവസരങ്ങളിലേക്കൊന്നും നിങ്ങൾ പോയില്ല. കാരണം നിങ്ങൾ ഈ പേഴ്സൺ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷെ വാശിയിലായിരിക്കാം, കാരണം ഈ പേഴ്സൺ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്തില്ലല്ലോ. സോ ഇനിയും അങ്ങോട്ട് നിങ്ങളായിട്ട് പോയി മൈൻഡ് ചെയ്യുന്നില്ല. ആ പേഴ്സണായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല മനസ്സോടെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് സ്വന്തം മനസ്സിലാക്കി വരട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. അത് നല്ല കാര്യം തന്നെയാണ്. സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്വന്തമായിട്ടൊരു ഒരു വില വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വന്നാൽ മതി, ബിക്കോസ് മാജിക് മാനിഫെസ്റ്റേഷൻ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് സംസാരിക്കാതെ, ഈ പേഴ്സണോട് മിണ്ടാതെ നിങ്ങൾ നല്ല രീതിയിൽ സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും റിയൂണിയൻ പോസിബിൾ ആണ്. കാരണം നിങ്ങളെ കൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ആണ്. സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ ആണെങ്കിൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ ഈ പേഴ്സന്റെ കരിയർ വൈസ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ മേ ബി സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും അവിടെ തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിപ്പോ ഈ പേഴ്സൺ ഒരു ബാധ്യത ആയിട്ടാണ് കാണിക്കുന്നത്, ഒരു തലവേദന ആയിട്ടാണ് കാണിക്കുന്നത്. സോ അത് നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളാണ് ബെറ്റർ, നിങ്ങളുടെ എനർജിയാണ് നല്ലത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു റിയൂണിയൻ പോസിബിൾ ആകുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പേഴ്സണെ വീണ്ടും ദേഷ്യപ്പെടുപ്പിച്ച് ദേഷ്യം കയറ്റിയിട്ട് ഈ പേഴ്സണെ പിണക്കി വിടരുത്. ബിക്കോസ് ഒരു ന്യൂ ഫ്രഷ് സ്റ്റാർട്ട് ആയിരിക്കണം നിങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.